ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് 4 മാസമായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല, കാരണം കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. ഒന്നാമത്തേത് ലേറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു 4 മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ ഇന്ന് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്നും എടുക്കാൻ പറ്റുമെന്ന് ഒന്നും അറിയില്ല, കാരണം എങ്ങനെ എന്താ ആവുക ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അധികവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മുട്ടയോ പഴമോ അല്ലെങ്കിൽ ഒരു ചായയോ കുടിക്കും, അല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലുമാണ് കേട്ടോ കുടിക്കുക. അപ്പോൾ പാക്കറ്റ് പാൽ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ് കേട്ടോ കഴിക്കുക. അപ്പം നാടൻ മുട്ടയാണ് കഴിക്കാറ് കേട്ടോ. ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. നമുക്ക് എന്തായാലും ലേറ്റ് ആയാലും നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വാവേനെ ദൈവം തന്നില്ലേ, അതന്നെ വലിയ കാര്യം. അപ്പോൾ ഇനി നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും, ഞാൻ ഇഞ്ചി ചായയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അച്ഛൻ അതത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഞാൻ ഇഞ്ചി ചായ ഇട്ടപ്പോൾ വയറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അച്ഛൻ അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ശ്രീമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീമോൾ പറഞ്ഞപ്പോൾ എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ചായയും മുട്ടയും ഈ ഒരു റോബസ്റ്റ് പഴമാണ് കേട്ടോ കഴിക്കുന്നത്. ചെറിയൊരു രീതിയിലുള്ള ഷുഗർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് റോബസ്റ്റ് പഴം കഴിക്കുന്നത്. നേന്ത്രപ്പഴം ഞാൻ കഴിക്കാറില്ല. പിന്നെ ഈ ഒരു നെബുലൈസറിൻ്റെ മിഷൻ ഞാൻ വാങ്ങിച്ചിട്ടോ വീട്ടിൽ. ഇത് ഡോക്ടർ പറഞ്ഞ് എപ്പോഴും ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് വീട്ടിൽ വാങ്ങിച്ചു വെച്ചത്. എൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഇത് നെബുലൈസ് ചെയ്യാണ് രാവിലെയും വൈകുന്നേരം ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതിൽ മരുന്നിട്ടിട്ടാണ് പിടിക്കാറ്. ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ച് ഡോക്ടറൊക്കെ മരുന്ന് തന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവി പിടിക്കാമല്ലോ, പുറത്ത് പോയി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ശ്രീമോൾക്കൊക്കെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മിഷൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിങ്ങനെ ഒരു 15 മിനിറ്റ് പിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 മിനിറ്റ് ഇരുന്ന് പിടിക്കും, എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇതേപോലെ മരുന്നൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നെബുലൈസറിൽ ഇട്ടിട്ട് കറണ്ടിലാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു മാസ്ക് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കും. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ഒരു 4 മാസമായിട്ട് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഏജ് 36 ആയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ചപ്പാത്തി കഴിക്കുകയാണ്. ഒരു ചപ്പാത്തിയും ഈ എഗ്ഗ് ഫ്രൈ ആണ് എടുത്തത്. അപ്പോൾ ഇപ്പം അത്ര വിശപ്പില്ല, മുട്ടയും പഴം കഴിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ വെള്ളം ഒരു 3 ലിറ്ററെങ്കിലും കുടിക്കാൻ നോക്കും ഡെയിലി. ഈ സമയത്ത് നമുക്ക് യൂറിൻ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു വെള്ളം ഞാനൊരു 3 ലിറ്റർ എങ്ങനെയെങ്കിലും കുടിക്കാൻ നോക്കും. അതിപ്പോൾ വെള്ളമായിട്ടൊന്നുമില്ല, ചായയിൽ ഞാൻ മധുരം തീരെ ഇടാറില്ല. മധുരം ഇടാണ്ട് കേട്ടോ കഴിക്കാറ്. പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും വെള്ളമോ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ ഗ്യാസിൻ്റെ തകരാറൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഗുളികകളും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. ചില സമയത്ത് അതൊന്ന് കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ജീരകം ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പോയി കിടന്ന് അപ്പോഴേക്ക് ശ്രീമോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബർഗർ പോലത്തെ സാധനം ഉണ്ടാക്കി തന്നിട്ടോ. ശ്രീമോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അപ്പം ഞാൻ അവിടെ മെല്ലെ പോയിരുന്നിട്ടോ. അപ്പോൾ ശ്രീമോൾ കാണിച്ചത് മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ കുറച്ച് ഷുഗറിൻ്റെ ഒരു ഇതുള്ളതിനെ കൊണ്ട് അങ്ങനെ മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചതാട്ടോ. കാരണം ഇപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ കൂടുമല്ലോ. കാരണം ഈ സമയത്ത് ശ്രീമോളെ വയറ്റിലായ സമയത്തും ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു. അത് 6-ാം മാസത്തിലായിരുന്നു വന്നത്. ഇത് 4-ാം മാസം ലാസ്റ്റ് ആയപ്പം തന്നെ എനിക്ക് ഷുഗറിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി കൂട്ടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മധുരം ഇട്ടൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് എന്താടി തരാത്തതെന്ന്. അപ്പോൾ പറയാം, വാവയ്ക്ക് വേണം, നിനക്ക് വേണം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. എന്നാൽ അതെന്നെ കളിപ്പിക്കുന്നതാണ്. എന്ത് സാധനവും ശ്രീമോളാണ് കേട്ടോ. 4 മാസം വരെ എന്തുണ്ടെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരാം. രാത്രി 12 മണിക്ക് വരെ ഞാൻ എന്തെങ്കിലും ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞാൽ ശ്രീമോൾ എന്തെങ്കിലും അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും ഒന്ന് വിശപ്പൊന്ന് കുറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കി വെക്കും. കാരണം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കാനുള്ളതൊക്കെ വെക്കും.
അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ആരും ഇവിടെ ചോറൊന്നും ഉണ്ടാക്കി തരാനൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അച്ഛനും ഏട്ടനും മൂക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനത്തെ പപ്പടം ഉപ്പേരി ഒരു ചമ്മന്തി ഉണ്ടാക്കി പച്ചക്കറിയും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കക്കിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അല്ലെ കക്കിരിയോ അല്ലെ ക്യാരറ്റോ ചോറിൻ്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. കഴിക്കുന്നത് നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം പിന്നെയും പോയി കിടന്ന്. അപ്പോഴാണ് ശ്രീമോൾ എനിക്ക് വേറൊരു സാധനം ഉണ്ടാക്കി തന്നത്. ഇതാ പഴമൊക്കെ വെച്ചിട്ട് കടലൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഈ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മധുരം ഇടാണ്ട് കൊണ്ടു തന്ന്, മൂക്ക് മധുരം ഇട്ടിട്ടുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ കഴിച്ചോ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, പക്ഷേ കട്ടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരുന്ന് മെല്ലെ ഇങ്ങനെ ഞാനും ശ്രീമോളും കഴിച്ചു. അപ്പോൾ ശ്രീമോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാനത് ഇങ്ങനെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുക. അപ്പോൾ ഞാൻ പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു നട്ട്സും കട്ടൻ ചായയും കുടിച്ചിട്ടോ. അപ്പോൾ ശ്രീമോളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പം രാത്രിയിലെ ഫുഡ് ചപ്പാത്തി ആട്ടോ കഴിക്കാറ്. ഒരു നേരം മാത്രമേ അരിഭക്ഷണം കഴിക്കാറുള്ളൂ. രാത്രി ചപ്പാത്തി എന്തെങ്കിലും ഒരു കറിയും കൂട്ടി കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.